നമ്മൾ നന്നാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ നന്നാവാതിരിക്കാനുള്ള ഒരു 10 കാര്യം, മിനിമം ഒരു 10 കാര്യം നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കുക. ഓരോ വ്യക്തികളെ കാണുന്ന സമയത്തും നമ്മുടെ ചീത്ത വശങ്ങളെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് നമ്മുടെ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. നമ്മുടെ ചീത്ത കാര്യങ്ങൾ എന്തുണ്ട്, ഇല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവ്സ് എന്തുണ്ട്, ഒന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയട്ടെ. അങ്ങനെ നിങ്ങൾ ഒരു 10 പേരോട് ചോദിക്കുമ്പോൾ, അത് 100 പേരോടോ 1000 പേരോടോ ചോദിക്കാം. ഒരു 10 പേരോട് നിങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒന്ന് ചോദിച്ചാട്ടെ. ആ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്തട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഡിസ്ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി അതിനെ എങ്ങനെ അതിജീവിക്കാം, അതിനെ ക്വാളിറ്റിയാക്കി മാറ്റാം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പരിമിതികൾ, നമ്മുടെ പോരായ്മകൾ നമ്മൾക്ക് തിരിച്ചറിയാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങൾ എടുത്താൽ മതി. എല്ലാവർക്കും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. അതിനെല്ലാം സംസ്കരിച്ച് നമുക്ക് എന്തെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് ആ ഡിസ്ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ക്വാളിറ്റിയാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനെ സർവൈവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.